ദ്രുപദ മഹാരാജാവ് ബ്രാഹ്മണവേഷധാരികളായ പാണ്ഡവരെയെല്ലാം സ്വീകരിച്ചു. കുന്തിദേവിയെയും ദ്രൗപദിയെയും അന്തഃപുരത്തിലേക്ക് അയച്ചു. പിന്നീട് ബ്രാഹ്മണവേഷധാരികളായ പാണ്ഡവരെ സിംഹാസനത്തിൽ ദ്രുപദ മഹാരാജാവ് ഇരുത്തുന്നു. പൗരമുഖ്യന്മാർ നിറഞ്ഞിരിക്കുന്ന ആ രാജസദസ്സിൽ വെച്ച് ദ്രുപദ മഹാരാജാവ് വളരെ വിനയത്തോടുകൂടി അവരോട് ഇങ്ങനെ അപേക്ഷിക്കുന്നു: ബഹുമാന്യരെ, നിങ്ങൾ ആരാണെന്നുള്ള സത്യം അറിയുവാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. നിങ്ങൾ ബ്രാഹ്മണവേഷധാരികളായ ക്ഷത്രിയരാണോ എന്നാണ് എൻ്റെ സംശയം. എൻ്റെ സംശയം ശരിയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ബ്രാഹ്മണവേഷം ധരിക്കുന്നത്? സത്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം വിധിപ്രകാരമുള്ള വിവാഹ ചടങ്ങുകൾ നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഉടൻ ചെയ്യണമെന്നാണ് എൻ്റെ ചിന്ത. അതിനു മുൻപ് നിങ്ങൾ ആരാണെന്നുള്ള യാഥാർത്ഥ്യം ദയവായി വെളിപ്പെടുത്തുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ദ്രുപദ മഹാരാജാവ് വിനയത്തോടെ ഇപ്രകാരം പറഞ്ഞവസാനിപ്പിച്ചു. ദ്രുപദ മഹാരാജാവിൻ്റെ ഈ വിനയവും സ്നേഹവും ആത്മാർത്ഥതയും നല്ലതുപോലെ തിരിച്ചറിഞ്ഞ യുധിഷ്ഠിരൻ ചിന്തിച്ചു, ഇനിയും കാര്യങ്ങളൊക്കെ രഹസ്യമാക്കി വയ്ക്കുന്നത് ശരിയല്ല. ദ്രുപദൻ എത്ര ആത്മാർത്ഥതയോടെയാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തോട് കളവ് പറയുക വയ്യ. യുധിഷ്ഠിരൻ ഏറെ സന്തോഷത്തോടെ ദ്രുപദ മഹാരാജാവിനോട് ഇപ്രകാരം പറഞ്ഞു തുടങ്ങി: അല്ലയോ പാഞ്ചാല രാജാവേ, അങ്ങേക്ക് ഇനി ഒരു വിഷമവും വേണ്ട. അങ്ങയുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഞങ്ങൾ പാണ്ഡുപുത്രന്മാരായ രാജകുമാരന്മാർ തന്നെയാണ്. മധ്യമ പാണ്ഡവനായ അർജുനനാണ് ആയുധ പരീക്ഷയിൽ വിജയം നേടി അങ്ങയുടെ മകൾ ദ്രൗപദിയെ സ്വന്തമാക്കിയത്. അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെട്ട് വേഷം മാറി അമ്മയുമായി ഞങ്ങൾ അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് ദ്രൗപദി സ്വയംവരത്തെപ്പറ്റി അറിയുന്നതും ഇവിടേക്ക് വരുന്നതും. യുധിഷ്ഠിരന്റെ ഈ വെളിപ്പെടുത്തൽ കേട്ട് ദ്രുപദ മഹാരാജാവിനുണ്ടായ സന്തോഷം അതിരുകൾക്ക് അപ്പുറമായിരുന്നു. അതിയായ സന്തോഷം കൊണ്ട് അദ്ദേഹത്തിന് ഒന്നും സംസാരിക്കുവാൻ പോലും സാധിക്കുന്നില്ല. പിന്നീട് ദ്രുപദ മഹാരാജാവ് യുധിഷ്ഠിരനോട് എല്ലാ സംഭവങ്ങളും വളരെ വിശദമായി തന്നെ ചോദിച്ചറിയുന്നു. ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ മനോഭാവത്തിലും പ്രവൃത്തികളിലും ദ്രുപദനും പ്രതിഷേധം അറിയിച്ചു. പാണ്ഡവർക്ക് നഷ്ടമായ രാജ്യം വീണ്ടെടുക്കുവാൻ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് ദ്രുപദൻ പ്രതിജ്ഞ ചെയ്തു. പിന്നീട് പാണ്ഡവരെ രാജോചിതമായി തന്റെ കൊട്ടാരത്തിൽ തന്നെ താമസിപ്പിക്കുകയും ചെയ്തു. അടുത്ത ദിവസം ദ്രുപദ രാജാവ് യുധിഷ്ഠിരനോട് പറഞ്ഞു: സ്വയംവര മണ്ഡപത്തിൽ വെച്ച് എൻ്റെ മകൾ അർജുനന്റെ കഴുത്തിൽ വിവാഹമാല്യം അണിയിച്ചു എന്നത് ശരി തന്നെ. എങ്കിലും അഗ്നിസാക്ഷിയായി വിവാഹം യഥാവിധി ദേവപൂജയോടുകൂടി നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ അങ്ങ് അനുജനായ അർജുനനോട് പറഞ്ഞാലും. ദ്രുപദന്റെ ഈ വാക്കുകൾ കേട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു: അങ്ങയുടെ പുത്രി ദ്രൗപദി ഞങ്ങൾക്ക് 5 പേർക്കും ഭാര്യയായി തീരണമെന്ന് ഞങ്ങളുടെ അമ്മ തീർച്ചപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ സഹോദരങ്ങളുടെ തീരുമാനവും അതുതന്നെയാണ്. ദ്രൗപദി ഞങ്ങൾ 5 പേരുടെയും ഭാര്യയായിരിക്കും. ഇനി അതിന് മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് അഗ്നിസാക്ഷിയായി ദ്രൗപദി ഞങ്ങൾ 5 പേരെയും ഭർത്താക്കന്മാരായി സ്വീകരിക്കട്ടെ യഥാവിധി പ്രകാരം. യുധിഷ്ഠിരന്റെ ഈ വാക്കുകൾ കേട്ട് ദ്രുപദൻ അത്ഭുതസ്തബ്ധനായി നിന്നുപോയി. പിന്നീട് അദ്ദേഹം സംശയത്തോടെ ഇപ്രകാരം ചോദിക്കുന്നു: എന്റെ പുത്രിയെ നിങ്ങൾ 5 പേരും കൂടി വിവാഹം ചെയ്യണമെന്ന് പറയുന്നു. അർജുനനെയാണ് ദ്രൗപദി വിവാഹമാല്യം അണിയിച്ചത്. ഒരു സ്ത്രീക്ക് അനേകം ഭർത്താക്കന്മാരുണ്ടാകുന്നത് അധർമ്മമാവില്ലേ? ദ്രുപദന്റെ ഈ സംശയം കേട്ട് യുധിഷ്ഠിരൻ ഇപ്രകാരം പറഞ്ഞു തുടങ്ങി: അല്ലയോ രാജാവേ, ധർമ്മവും അധർമ്മവും ഒന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട. ദ്രൗപദി ഞങ്ങൾക്ക് 5 പേർക്കും ഭാര്യയായിരിക്കണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അത് ധർമ്മം തന്നെ. താങ്കളും അങ്ങനെ തന്നെ ചിന്തിക്കുക. ഭാവിയിലും ഈ തീരുമാനം ഏറെ ഉത്തമമായി തീരും. ദ്രുപദൻ ഒരു വ്യക്തമായ തീരുമാനം എടുക്കുവാനാവാതെ മൗനമായി നിന്നു. ആ സമയത്താണ് വേദവ്യാസ മഹർഷി വളരെ യാദൃച്ഛികമായി ദ്രുപദ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നത്. മഹർഷിയെ സ്വീകരിച്ചിരുത്തിയതിനു ശേഷം ദ്രൗപദിയുടെ വിവാഹത്തെക്കുറിച്ചും പാണ്ഡവർക്കെല്ലാം തന്റെ മകൾ ഭാര്യയാകുന്നതിനെക്കുറിച്ചും ദ്രുപദൻ വ്യാസമഹർഷിയോട് സംശയം ചോദിക്കുന്നു. വ്യാസദേവൻ ദ്രുപദനെ സമാധാനിപ്പിച്ചു. ശേഷം അവർ രണ്ടുപേരും കൊട്ടാരത്തിനുള്ളിലേക്ക് കയറിപ്പോയി. അവിടെ വെച്ച് രഹസ്യമായി വ്യാസമഹർഷി പാണ്ഡവരുടെയും ദ്രൗപദിയുടെയും പൂർവ്വജന്മ കഥകൾ പറഞ്ഞു കേൾപ്പിക്കുന്നു. പരമശിവന്റെ ശാപത്തിന് പാത്രമായി തീർന്ന 5 ഇന്ദ്രന്മാരാണ് ഇപ്പോൾ പഞ്ചപാണ്ഡവന്മാരായി ജനിച്ചിട്ടുള്ളതെന്നും അവർക്കായി ജന്മമെടുത്ത ലക്ഷ്മീദേവി തന്നെയാണ് ദ്രൗപദിയായി യജ്ഞവേദിയിൽ നിന്നും ഉയർന്നു വന്ന താങ്കളുടെ മകളെന്നും വ്യാസൻ ദ്രുപദരാജാവിനോട് പറഞ്ഞു. ഈ സത്യങ്ങളൊക്കെ വ്യാസൻ പറഞ്ഞു കൊടുത്തപ്പോൾ ദ്രുപദന് ഏറെ സമാധാനമായി, സന്തോഷമായി. പിന്നീട് വ്യാസദേവൻ ദ്രൗപദിയുടെ പൂർവ്വജന്മത്തെപ്പറ്റിയും പറഞ്ഞു. പൂർവ്വജന്മത്തിൽ ദ്രൗപദി ഒരു താപസ കന്യകയായിരുന്നു. വിവാഹം നടക്കുവാൻ താമസം നേരിട്ടപ്പോൾ അവൾ ശിവനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചു. ശിവൻ പ്രത്യക്ഷപ്പെട്ടു. എന്തു വരമാണ് നിനക്ക് വേണ്ടത്? ശിവൻ ചോദിക്കുന്നു. ഭർത്താരാം ദേഹി എന്ന് പരിഭ്രമത്താൽ 5 പ്രാവശ്യം അവൾ പറഞ്ഞു. ശരി, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടാകട്ടെ എന്ന് ശിവൻ അനുഗ്രഹിക്കുകയും ചെയ്തു. ശിവന്റെ ആ അനുഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ അവൾക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായത്. വ്യാസദേവൻ ഇപ്രകാരം ദ്രുപദ മഹാരാജാവിനോട് പറഞ്ഞു നിർത്തി. വ്യാസന്റെ വാക്കുകളിൽ നിന്ന് തന്റെ മകൾക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടാകുക എന്നത്
സാക്ഷാൽ പരമശിവന്റെ വരപ്രസാദം കൊണ്ട് ലഭിച്ചതാണെന്നറിഞ്ഞതോടുകൂടി തൻ്റെ സംശയങ്ങളും ദുഃഖങ്ങളുമെല്ലാം മാറി. അങ്ങനെ ദ്രുപദ മഹാരാജാവ് പഞ്ചപാണ്ഡവന്മാർക്കെല്ലാവർക്കുമായി തൻ്റെ മകൾ ദ്രൗപദിയെ വിധിപ്രകാരം അഗ്നിസാക്ഷിയായി തന്നെ വിവാഹം കഴിച്ചു കൊടുക്കുവാൻ തീരുമാനിക്കുന്നു നിറഞ്ഞ സന്തോഷത്തോടെ.